അപ്പോൾ അങ്ങനെ തുടങ്ങല്ലേ. അതിനു മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കണ്ടാൽ മനസ്സിലാവുന്ന അല്ലാണ്ട് ഇതിൻ്റെ പരിപാടികൾ ABCD എനിക്കറിയാൻ പാടില്ല. അമ്മ നല്ലൊരു തയ്യൽക്കാരി ആയതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ നല്ല ഡ്രസ്സ് നമ്മുടെ അളവിന് തയ്ച്ചിരുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഏത് ഫാഷൻ വേണമെങ്കിലും അമ്മ അടിപൊളിയായിട്ട് തയ്ച്ചു തരും. ആൻഡ് ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഒരു ലെഹങ്കയാണ്. ഇത് കഴിഞ്ഞ് 3 മാസമായിട്ട് ഇതിൻ്റെ പുറകെയാണ് ഞാൻ. എനിക്കൊരു സാധനം ഇടുന്നുണ്ടെങ്കിൽ എനിക്കത് അത്രയും ഫിറ്റ് ആയിരിക്കണം, എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് എന്നെക്കാട്ടി നിർബന്ധം താമരയ്ക്കാണ്. സോ നമ്മൾ വിചാരിച്ചു സ്കേർട്ട് തയ്ക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈസി ആയിരിക്കുമെന്ന്. ബട്ട് നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഏറ്റവും പാട് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ഈ പാവാട പോലത്തെ മീൻസ് ലെഹങ്കയുടെ സ്കേർട്ട് തയ്ക്കാനായിരുന്നു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ എല്ലാ പാവാട ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതുപോലെ ഓരോ പീസും വെട്ടിയിട്ടാണ് നമ്മളത് ഒരുമിച്ചാക്കിയത്. നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു ഇത്. അറ്റ് ലാസ്റ്റ് ഈ സാധനം തയ്ച്ചിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ പ്രോസസ്സ് കണ്ടിട്ട് എനിക്ക് തലവേദനയാണ് എടുത്തത്. എനിക്ക് ഉറക്കം വന്നു. അമ്മയാണ് അന്നത്തെ നൈറ്റ് ഉറങ്ങിയിട്ട് കൂടിയില്ലായിരുന്നു. ഇത് താമര എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ക്ലിപ്പ് ആഡ് ചെയ്തപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു തന്നിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം എന്തൊക്കെയോ തയ്ക്കുന്നത്. ഇതിൻ്റെ ലൈനിങ് ആണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. എന്തൊക്കെയോ അളവുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ പീസ്. ഇത് അടിപൊളി കേട്ടോ, ഭയങ്കര ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ഫ്ലോറൽ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അറ്റ് ലാസ്റ്റ് രാവിലെ ഇന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് ട്രെയിനിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടത്. നാട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് പോകേണ്ടതുകൊണ്ട് അമ്മ രാവിലെ ഈ റോക്കറ്റ് ഇട്ട മാതിരി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പാവാട സെറ്റായി. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ടോപ്പിൻ്റെ സംഭവമാണ്. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും ഞാൻ എൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മുടെ ടോപ്പ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു കൈയും കൂടെ വരാനുണ്ട് കേട്ടോ. ഞാൻ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ മറന്നു ഒരു കൈയും കൂടെ വെക്കാനുണ്ട്. അതായത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ സാധനം ഞാൻ തയ്ച്ചതിനേക്കാട്ടിൽ മുഴുവൻ എക്സൈറ്റ്മെൻറ്റ് കാരണം പൊട്ടത്തെറ്റാന്നല്ലോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ടാണ് ഈ സാധനം അമ്മ തയ്ച്ചു തന്നത്. ഒന്നും പറയാനില്ല. ഇതിന് അവിടെ ഒരു കെട്ടുകൂടെ വരും ബാക്കിൽ. ഫ്രണ്ടൊക്കെ നല്ല ഫിറ്റായിരുന്നു. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്കിഷ്ടമായി. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റു. ഫസ്റ്റ് ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല, റീൽ എടുക്കണം. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത് കൊള്ളൂലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഗൈസ്. എന്തായാലും ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു പ്രത്യേക സൺലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് ഇരുന്ന് കൊണ്ടു. എല്ലാം ഞാൻ നിരത്തി വെച്ചു. കാര്യമല്ല, ഞാൻ എന്തെങ്കിലും ഒന്നും മറന്നുകൊണ്ടിരിക്കില്ല. എനിക്ക് കണ്ടിട്ട് തന്നെ കൊതിയായിട്ടും പാടില്ലായിരുന്നു. ഇതെടുത്ത് ഇട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. വേറെ ഒന്നല്ല, അമ്മ പണ്ട് പറയായിരുന്നു എന്തെങ്കിലും കാര്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ആരെങ്കിലും കാണിക്കണം. അതിന്നും ആ സ്വഭാവത്തിനൊരു മാറ്റമില്ല. ശരിക്കും അതിൽ നിന്ന് ഞാനൊരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്നുണ്ട്. എന്തായാലും ടൈം ഇങ്ങനെ പോകെ നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കഷ്ടകാലത്തിന് രാവിലെ പോയി ഞാൻ അങ്ങ് തല നനച്ചു, ഒരു കല്യാണത്തിന് പോലെയെന്ന് വിചാരിച്ചിട്ട്. അത് ഉണക്കാൻ പെട്ട പാട്. അവസാനം ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും ടൈം എന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. വേഗം റെഡി ആകുന്നുണ്ട്. എന്നെ വിളിക്കാൻ വന്ന 2 താരങ്ങളും കൂടെ എനിക്ക് ഒരു സമാധാനം തോന്നില്ല മര്യാദയ്ക്ക് ഒരുങ്ങാൻ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റെഡിയായി. ലെൻസൊക്കെ വെച്ചിട്ടുണ്ട് കേസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലെൻസ് വെക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെ വെക്കേണ്ടതെന്ന്. സാധാരണ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലെൻസ് വെക്കുന്നത്. ഇങ്ങോട്ട് കണ്ണ് നോക്കുക, എന്നിട്ട് കണ്ണ് ഇങ്ങോട്ടാക്കുക എന്നൊക്കെ പറയുമെങ്കിലും അത് അത്ര സിമ്പിളല്ലെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ലുക്ക് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. ലെൻസൊക്കെ ഇച്ചിരി ഓവറാവുമെന്ന് വിചാരിച്ചെങ്കിൽ കൂടി വെച്ചത് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും ഈ ലെൻസിൻ്റെ പേര് സ്പൈസി ഗ്രേ എന്നാണ്. ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എനിവേ നമ്മളെല്ലാവരും നല്ല നല്ല സൂപ്പർ കൂൾ ലുക്കിലാണ്. ആൻഡ് ദിസ് ഈസ് അജിത് ആൻഡ് ദാറ്റ് ഈസ് ശ്രീജേഷ്. ഇവർ രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു 11-12 എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നത്, ഇന്നും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ആൻഡ് രണ്ടുപേരും ഭയങ്കര കുർത്തയൊക്കെ ഇട്ടിട്ട് വെസ്റ്റേൺ ലുക്കിലൊക്കെ വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരു ദേശി ലുക്കായിരുന്നു ഇന്നലെ. എനിക്കാണെങ്കിൽ നാടൻ എന്ന് പറയുന്ന സാധനം എൻ്റെ 7 അയലത്തൂടെ പോയാൽ എനിക്ക് ചേരത്തില്ല. ഇത് ആക്ച്വലി ഒരു ദേശി ലുക്കായതുകൊണ്ട് മേ ബി ഞാൻ എല്ലാ ഫംഗ്ഷനിലും ഇങ്ങനെ തന്നെയാണ്. അവരെല്ലാവരും ഭയങ്കര എലഗൻ്റായിട്ട് കുറേ കുർത്തീസാണ് ഇട്ടത്. എനിക്കിഷ്ടമായി എല്ലാവരുടെ കുർത്തി. ഇനി ഉണ്ട് കേട്ടോ ആളുകൾ. ചെസ് നമ്പർ 1 അജിത് കുമാർ, ചെസ് നമ്പർ 2 ശ്രീജേഷ്, 3 രഞ്ജിത്ത് ആൻഡ് 4 ഗണേഷ്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്.
ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടൈം ഇങ്ങനെ പോകുന്തോറും നമ്മൾ ഭയങ്കരമായിട്ട് റഷ് ആവാൻ തുടങ്ങി. എല്ലാവരും കുർത്തിയായിരുന്നു. എനിക്ക് അവരുടെ എല്ലാവരുടെ ലുക്ക് ഇഷ്ടമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ സ്റ്റോറീസൊക്കെ കാണുന്നവർക്കറിയാം ഇവരെയൊക്കെ ലുക്കുകൾ ഞാൻ അതിലിട്ടിട്ടുണ്ട്. എൻ്റെ സ്റ്റോറി പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സഹനാസ് വ്ളോഗിൽ ഇട്ടിട്ടില്ല, സഹന എന്ന് പറഞ്ഞ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അത് പ്രൈവറ്റ് അക്കൗണ്ട് അല്ല, പബ്ലിക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ചേച്ചിയുടെ കാര്യം പറയാതെ വയ്യ, എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ റഷ് ആയെങ്കിലേ ഉള്ളൂ. കല്യാണം ഭയങ്കര സ്മൂത്ത് കാം ആയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് നടന്നൊരു കല്യാണമായിരുന്നു. ഒട്ടും റഷ് അല്ലായിരുന്നു. അതിൻ്റെ കോർഡിനേഷൻ ആയിരിക്കാം മേ ബി അത് അങ്ങനെ ആക്കാതെ. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഓടി നടന്ന് എല്ലാം കുഴപ്പത്തിലാക്കുന്നത്. ഇത് അങ്ങനെ ഒന്നുമില്ല. എല്ലാം നല്ല കൂളായിട്ട് നമുക്ക് കാണുന്നവർക്ക് കൂളായിട്ട് തോന്നി. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരെയും കുർത്തി എടുക്കണമെന്നുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ആൻഡ് എല്ലാവരും ഭയങ്കര തിളങ്ങി നല്ല സൂപ്പറായിട്ട്. എനിക്ക് ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു എല്ലാവരുടെ ലുക്കിലും. എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ജസ്റ്റ് വാവ്. ദിസ് ഇസ് ഹർഷ. ഹായ് ഗേൾസ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. കാര്യം കല്യാണത്തിനിട്ട പാട്ട്, സിനിമാറ്റിക് പാട്ടുകൾ, മറ്റേ ആ ഒരു ഊത്തുവഴി ഇങ്ങനെ, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേര്, അതുവഴി ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വീഴും. സോ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി എനിക്കൊന്നുകൂടെ കോപ്പിറൈറ്റ് താങ്ങാനുള്ള ശേഷിയില്ല. കാര്യം ഒരിടയ്ക്ക് കോപ്പിറൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് വാചകം അടിക്കുന്നതായിരുന്നു. എനിക്കറിയാം ടു ബോറാണെന്ന്, ബട്ട് എൻ്റെ നിവൃത്തികേടാണ് ശരിക്കും. യു നോ വാട്ട്, പണ്ടൊക്കെ കല്യാണം എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വരുന്നത് സദ്യ എന്നൊരു സംഭവമാണ്. എന്നാൽ ഈ കല്യാണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ, സത്യം പറയല്ലോ, ഞാൻ വീട്ടിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാൽ കൊള്ളാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക് ഈ കല്യാണത്തിന് ശേഷം. സത്യമായിട്ടും ലൈക്ക് നമുക്കൊരു പ്രായം എത്തുമ്പോൾ ഇതിനോടൊരു ചെറിയ കൈൻഡ് ഓഫ് ഒബ്സഷൻ വരും. പിന്നെ ഒരു പ്രായം എത്തുമ്പോൾ കറക്റ്റ് കല്യാണ പ്രായം എത്തുമ്പോൾ ഈ സാധനം അങ്ങ് പോവുകയും ചെയ്യും. എന്തായാലും കല്യാണം കഴിക്കണമെന്ന് മോഹമായിട്ട് ഞാൻ വീട്ടിൽ ഒന്ന് പറഞ്ഞപ്പോൾ അത്ര വില ആരും തന്നില്ല. എന്തായാലും നമുക്കൊരു 10 വർഷം, 10 ഒരുപാട് വയസ്സാവും എനിക്ക്, 10 അല്ല ഒരു 8 വർഷത്തിനുള്ളിൽ നമുക്ക് കല്യാണം കഴിക്കാം. അതിൻ്റെ സെറ്റപ്പ് നമുക്ക് ചെയ്യാം. എന്തായാലും ആകെ ഈ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് മൊത്തത്തിലൊന്ന് കണ്ണാടിയിൽ കാണുന്നത്. ദാറ്റ്സ് മൈ ഫ്രണ്ട്സ്, അവരെല്ലാം മേക്കപ്പിലാണ്. ഇനി ചെറുക്കൻ്റെ വീട്ടിലെ കലാപരിപാടികൾ എന്നൊക്കെ പറഞ്ഞില്ല, അതാണ് ഇവരെല്ലാം ജുബ്ബ ടീംസ് എല്ലാം കൂടെ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് വയ്യാണ്ടായി. അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നിശ്ശേരി ചമ്മി പോയിട്ടില്ലേ, അങ്ങനെ തന്നെ വരത്തുള്ളൂ. എന്താണെന്നറിയോ, നമ്മളെ വിളിക്കാണ്ട് പോയി എടുത്ത ഫോട്ടോയാണ്, അങ്ങനെ വരും. എന്തായാലും പിന്നെ അവർ സെറ്റായി, അവരെല്ലാവരും നിന്നു. എനിക്ക് എല്ലാവരുടെ ജുബ്ബ, എനിക്ക് എല്ലാവരുടെ ഡ്രസ്സും ഇഷ്ടമായി. ഭയങ്കര ഒബ്സസ്ഡായി ഞാൻ അവരുടെ ഡ്രസ്സിൽ. എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഫേവറേറ്റായിട്ട് നിൽക്കുന്നത് ക്രീമാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ബാക്കിയെല്ലാം അടിപൊളിയാണ്. എന്നാലും എനിക്ക് ക്രീമാണ് കുറച്ചും കൂടെ ഇഷ്ടമായി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അജു, യു ലുക്കിംഗ് മോർ ഹാൻഡ്സം ഇൻ ദിസ് ഡ്രസ്. ഒരു ഫ്രീ കോംപ്ലിമെൻറ്റ്. അത്തിരിവിന് ഒടുവിൽ നമ്മുടെ സദ്യ സമയമായിരിക്കണു. എക്സ്ക്യൂസ് മീ ബ്രോ, ആ കണ്ണാടി ഇട്ട് വെച്ചേ. അങ്ങനെ നമ്മൾ ആരാണ് യുണീക്കായിട്ട് ഇരിക്കാന്ന് പറയുന്നത്. എനിക്കില്ല വീഡിയോ ഇല്ലേ, പരിപ്പ് വന്നു, കാളം വന്നു, തോരൻ വന്നു, അങ്ങനത്തെ വീഡിയോ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ അത് വേണ്ടത് വെച്ചു. എന്തായാലും ഞാൻ തന്നെ പറയാം. എന്തായാലും നിങ്ങൾക്കൊരു കാര്യം അറിയോ, പപ്പടത്തിന് അടി ഉണ്ടാക്കിയൊരു സംഭവം നിങ്ങൾക്കറിയാം, ഹരിപ്പാടുള്ള ഒരിടത്ത്. അത് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ. ഈ പപ്പടം കണ്ടപ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ വെച്ചാണ് പപ്പടത്തിന് അടി ഉണ്ടായിരുന്നത്. എന്തായാലും എന്തെങ്കിലും കൈൻഡ് ഓഫ് പ്രൊവക്കേഷൻ അവിടെ ഉണ്ടായിക്കാണോ, അതായിരിക്കും അവർ മേടിയത്. അത് നമുക്ക് വിടാം. നമുക്കിങ്ങനെ മലയാളി എന്ന നിലയിൽ ഈ ഒരു പരിപ്പ് കൂട്ടി കിട്ടുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അയവാ. ഇനി നമുക്ക് പായസം കഴിക്കാം, അതും ബോളി കൂട്ടി. ഒന്നും പറയാനില്ല, അടിപൊളി എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ അതുകൂടെ കണ്ടിട്ട് പോയാൽ മതി. നീ കാണിക്കുന്നത് ശരിയാണോ?
ഇതെവിടെ കൊണ്ടുവന്നു കടത്ത് വേസ്റ്റോ? ആ ചേച്ചിമാരെ വീട്ടിൽ കൊണ്ടുപോകത്തില്ലേ ഇത് മക്കൾക്കൊക്കെ കൊടുക്കാൻ? ശ്രീജേഷ് ആ ചേച്ചിമാരെ ആ ചേച്ചിമാരെ വീട്ടിൽ കൊണ്ടുപോകത്തില്ലേ? ചുമ്മാ വേണ്ട, വീട്ടിൽ നിന്നുള്ള ചരിവോ ഉണ്ടാവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിട്ട്. വീഡിയോ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നീട് അങ്ങോട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്കും വരണമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് വീഡിയോ ഞാൻ അവിടെ സെൻഡ് ചെയ്തു. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമായിരുന്നു. മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാമായിരുന്നു. എൻ്റെ അമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഇത് ഓൺലൈനായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജായ സഹനാസ് വ്ലോഗിൽ നിങ്ങളൊരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. ഇത് അധികം ഒന്നും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. ലൈക്ക് അധികം ഫാഷൻ അധികമല്ല ഏറെക്കുറെ ഫാഷൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ രീതിക്ക് നമുക്കിത് ഓൾട്ടർ ചെയ്ത് മാറ്റാവുന്നതാണ്. എന്തായാലും കഴുത്തൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ കഴുത്തൊന്നും ഭയങ്കര വൈഡാക്കാൻ നിന്നില്ല. നോർമൽ കഴുത്തായിരുന്നു ബാക്കിൽ, പക്ഷേ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് വൈഡാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം ഒബ്സസ്ഡ് ഇൻ ദിസ് ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. അപ്പം ഇതിട്ട് 2 ഫോട്ടോസ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ കൂടി പറ്റിയിട്ടില്ല. ഇതിൻ്റെ വിഷമത്തിലാണ്. എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതിയാവും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.